നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ലാമധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മധ്യപൂർവേഷ്യൻ സംഘർഷം നമ്മുടെ അടുക്കളകളിലേക്കും എത്തുകയാണ്. രാജ്യത്തെ പല നഗരങ്ങളിലും പാചകവാതക വിതരണം തടസ്സപ്പെട്ടു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പാചകവാതകം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. LPG ഉൽപാദനം കൂട്ടാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോട്ടലുടമകളുമായി എണ്ണ കമ്പനി പ്രതിനിധികൾ ചർച്ച നടത്താനും തീരുമാനമായിട്ടുണ്ട്. ഇന്ധന ലഭ്യതയിൽ ആശങ്ക വേണ്ട എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നത്. പാചകവാതക സിലിണ്ടർ വിതരണത്തിലുണ്ടായ നിയന്ത്രണം രാജ്യത്തെ ഹോട്ടലുകളുടെ നടത്തിപ്പിനെ ഗുരുതരമായാണ് ബാധിച്ചത്. ആവശ്യത്തിന് പാചകവാതകം ലഭിക്കാതായതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഹോട്ടൽ ഉടമകൾ ആശങ്കയിലാണ്. സിലിണ്ടർ ലഭിക്കാത്തത് ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് കൊച്ചിയിലെ ഹോട്ടൽ ഉടമകൾ പറയുന്നു. സിറ്റുവേഷൻ വളരെ വേസ്റ്റാണ്. കാരണം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വിതിൻ 2 or 3 ഡേയ്സ് നമ്മൾ ഒരു 50% ഹോട്ടലുകൾ കേരളത്തിൽ അടക്കേണ്ടതായിട്ട് വരും. നാളെ ഇപ്പോൾ തുറക്കണമെങ്കിൽ ഗ്യാസ് കിട്ടിയേ പറ്റൂ. പിന്നെ വേറൊരു സംവിധാനത്തേക്ക് പോകാനുള്ള നമുക്ക് പറ്റൂല. കാരണം പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിറകടുപ്പോ വേറെ ഒരു ഇതും പെട്ടെന്ന് മാറാൻ കഴിയില്ല. ബംഗളൂരുവിലെ ഹോട്ടൽ ഉടമകൾക്ക് ഇന്ന് രാവിലെ ഗ്യാസ് ലഭിച്ചതോടെയാണ് ഹോട്ടൽ തുറക്കാനായത്. हमारे पास 1 दिन का या 2 दिन का चलता है, बाद में देखना है. सप्लाई आता तो हम रन करेंगे, नहीं तो क्लोज करना पड़ेगा. ചെന്നൈയിലും സ്ഥിതി വ്യത്യസ്തമല്ല. നിലവിലെ ഗ്യാസ് തീർന്നാൽ ഹോട്ടൽ അടയ്ക്കേണ്ടി വരുമെന്നാണ് ഉടമകൾ പറയുന്നത്. ബുക്കിംഗ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും സിലിണ്ടർ വിതരണം നടക്കുന്നില്ല. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രധാനമന്ത്രിയുമായി LPG വിതരണ പ്രതിസന്ധി ചർച്ച ചെയ്തു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് തമിഴ്നാട്, കർണാടക മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിന് കത്ത് നൽകി. ഇതിന് പിന്നാലെ LPG ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രം എണ്ണ കമ്പനികളോട് ആവശ്യപ്പെട്ടു. എണ്ണ കമ്പനികളുടെ പ്രതിനിധി സംഘം വിവിധ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ബംഗളൂരു. മധ്യപൂർവേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനുമായി ചർച്ച നടത്തിയേക്കുമെന്ന സൂചന നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം ഇറാൻ ഏറ്റവും കടുപ്പമേറിയ ദിനമാകും ഇന്നെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹെഗ്സെത്തിന്റെ മുന്നറിയിപ്പ്. എന്നാൽ പൊള്ളയായ ഭീഷണിയെ ഭയക്കുന്നില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അതിനിടെ യുദ്ധം രൂക്ഷമായ തെക്കൻ ലെബനോണിൽ നിന്ന് പലായനം ചെയ്തവരുടെ എണ്ണം 6.5 ലക്ഷം പിന്നിട്ടു. മധ്യപൂർവേഷ്യൻ സംഘർഷം 2ാമത്തെ ആഴ്ചയിലേക്ക് എത്തിയതോടെയാണ് അനുനയ നീക്കങ്ങൾ സജീവമാകുന്നത്. ഇറാൻ യുദ്ധത്തിന് എത്രയും വേഗം പരിഹാരം കാണുന്നതിനുള്ള നിർദ്ദേശങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപുമായി പങ്കുവച്ചതായാണ് വിവരം. പിന്നാലെ ട്രംപ് നയം വ്യക്തമാക്കി. ഇറാനുമായി ചർച്ച നടത്താൻ സാധ്യതയുണ്ടെന്നും ഇറാനും തന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ ട്രംപിന്റേത് പൊള്ളയായ ഭീഷണികളാണെന്നും ഇറാനിയൻ ജനത ട്രംപിന്റെ ഭീഷണികളെ ഭയപ്പെടരുതെന്നുമാണ് ഇറാന്റെ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലാരിജാനി വ്യക്തമാക്കിയത്. എന്നാൽ ഇറാനെതിരായ ഏറ്റവും തീവ്രമായ ആക്രമണം ഇന്ന് നടക്കുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് വാർത്താസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ കുറവുണ്ടായതായും ഇറാന്റെ മിസൈൽ ശേഷി പരിമിതപ്പെടുത്തുന്നതിൽ അമേരിക്ക പുരോഗതി കൈവരിച്ചുവെന്നും സേനാ മേധാവി വ്യക്തമാക്കി. അതേസമയം ലെബനോണിൽ ഇസ്രയേൽ നിയമവിരുദ്ധമായി വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നുണ്ടെന്ന ആരോപണവുമായി മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രംഗത്തെത്തി. റിസർച്ച് ഡെസ്ക് 24. ആശുപത്രി സേവനങ്ങൾ മുടങ്ങരുത് എന്ന് നഴ്സസ് സമരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ആശുപത്രിക്കും ജോലി ചെയ്യാൻ സന്നദ്ധരായെത്തുന്ന ജീവനക്കാർക്കും സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം നഴ്സസ് സമരം സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം കാര്യമായി തന്നെ ബാധിച്ചു. എസ്മ പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. ആശുപത്രിയിലെ സേവനങ്ങൾ മുടങ്ങരുതെന്നും ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് പോലീസിനും തൊഴിൽ വകുപ്പിനും നൽകിയ നിർദ്ദേശം. അതേസമയം നഴ്സസ് സമരം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളെ ബാധിച്ചു. 40-ലേറെ ആശുപത്രികളുടെ പ്രവർത്തനമാണ് പ്രതിസന്ധിയിലായത്. രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ കളക്ടറുടെ അനുമതി തേടി. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് നഴ്സസിന്റെ നിലപാട്. മാനേജ്മെന്റുകൾ ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. സമരം അനാവശ്യമെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ. കൂടുതൽ ദിവസം ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ, അതായത് അൺഓതറൈസ്ഡ് ആബ്സെന്റ് ആണ് ഒരു ഇല്ലീഗൽ സ്ട്രൈക്കിൽ പങ്കെടുക്കുക എന്നുള്ളത്. ലീഗൽ സ്ട്രൈക്കിലാണെങ്കിൽ മാത്രമാണ് ഒരു അവകാശമായി മാറുന്നത്. അല്ലെങ്കിൽ അവരെ എതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. ഇതിനിടെ സമരം ചെയ്യുന്ന കോഴിക്കോട് റെഡ് ക്രസന്റ് ആശുപത്രിയിലെ നഴ്സിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ബ്ലാക്ക് മാർക്ക് വീഴ്ത്തുമെന്നാണ് മാനേജ്മെന്റിന്റെ മുന്നറിയിപ്പ്. സമരം ചെയ്യുന്നവർ ഓർക്കുക, എത്രയാണേലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം സമരം ചെയ്തതിൻ്റെ ഒരു റിമാർക്സ് അതിനകത്തുണ്ടാവും.
സർക്കാർ പറയുന്ന സാലറി നൽകാമെന്നും സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും മാനേജ്മെന്റ് പറയുന്നതും ശബ്ദ സന്ദേശത്തിലുണ്ട്. 24 കോഴിക്കോട്, കൊച്ചി. ഭാര്യയുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കില്ല. താൻ രാജിവെക്കുമെന്ന് കരുതേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KB ഗണേഷ് കുമാർ പറഞ്ഞു. ഗണേഷ് കുമാർ തന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞെന്നും തനിക്ക് പരാതിയില്ലെന്നും ഭാര്യ ബിന്ദു മേനോൻ വ്യക്തമാക്കി. ഇതോടെ വിവാദം ഒത്തുതീർപ്പിലേക്ക് എത്തി. ഭാര്യ ബിന്ദു മേനോൻ നടത്തിയ തുറന്നു പറച്ചിലിന് പിന്നാലെ മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ വിവാദം കനത്തതിന് പിന്നാലെ KB ഗണേഷ് കുമാർ നേരിട്ട് നടത്തിയ അനുനയ നീക്കത്തിന് പിന്നാലെ നാടകീയ വഴിത്തിരിവ്. തനിക്ക് പരാതിയില്ലെന്നും പ്രശ്നം പറഞ്ഞു തീർത്തെന്നും ബിന്ദു മേനോന്റെ പ്രതികരണം. ഇതോടെ വാളകത്തെ കീഴുട്ടുവീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ മന്ത്രി മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തു. പിന്നാലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച. കുടുംബ പ്രശ്നമാണെന്നും പരിഹരിച്ചെന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഇതിനുശേഷം KSRTCയുമായി ബന്ധപ്പെട്ട പൊതുപരിപാടിയിലാണ് രാജിയില്ലെന്ന ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം. എന്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയ ഞാൻ മുറിച്ചു തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. എന്നാൽ കൂടുതൽ ചോദ്യങ്ങളോട് മന്ത്രി പ്രതികരിച്ചില്ല. ഇന്ന് രാവിലെ തന്നെ ഫോണിൽ വിളിച്ച ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞെന്നും ഇന്നലെ താൻ നടത്തിയത് വൈകാരിക പ്രതികരണമാണെന്നുമാണ് ബിന്ദു മേനോന്റെ വിശദീകരണം. മന്ത്രിയെ വീട്ടിൽ കാണാൻ കഴിയാത്ത രീതിയിൽ കണ്ടെന്നും ഇതിന്റെ തെളിവുകൾ കൈവശമുണ്ടെന്നുമായിരുന്നു ബിന്ദു മേനോന്റെ ഇന്നലത്തെ വെളിപ്പെടുത്തൽ. 24 തിരുവനന്തപുരം. വീണ്ടും വാർത്തകളിലേക്ക്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് LDF ചർച്ച ചെയ്യും. കോടതിയിൽ സർക്കാർ എന്ത് നിലപാടെടുക്കണമെന്നതിൽ അന്തിമ തീരുമാനം മുന്നണി യോഗത്തിന് ശേഷമുണ്ടാകും. സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് അറിയിക്കേണ്ടത് ഈ മാസം 14-നാണ്. അതേസമയം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. കേസുകളിൽ വിധി വന്ന ശേഷം സർക്കാർ നിലപാട് വ്യക്തമാക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. ഭരണഘടനാപരമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ് നിൽക്കുന്നത്, ജുഡീഷ്യലിക്ക് ഇടപെടാനുള്ള എൻ്റെ ലിമിറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള 7 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആ 7 ചോദ്യങ്ങൾ ഞങ്ങൾ വളരെ വിശദമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതിക്ക് മുമ്പ് തന്നെ അത് സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ അഭിപ്രായം വളരെ വ്യക്തമായി തന്നെ കൊടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഡാറ്റ ചോർച്ചാ വിവാദത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തിയെന്ന ഹർജി ഹൈക്കോടതി തള്ളി. അപ്പീൽ പോകുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു. പ്രതിപക്ഷത്തെ വിമർശിച്ച് മന്ത്രിമാരും രംഗത്ത് വന്നു. സന്ദേശം ഭരണനിർവഹണത്തിന്റെ ഭാഗമെന്നും വ്യക്തിവിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നും നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. സ്പാർക്ക് പോർട്ടലിലെ ഡേറ്റ ദുരുപയോഗിച്ചുള്ള പ്രചാരണ സന്ദേശങ്ങൾ അയക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് തള്ളിയത്. സർക്കാരിന്റെ നോഡൽ ഏജൻസി തന്നെയായ IT മിഷനാണ് സന്ദേശം അയച്ചത്. ഇതിൽ നിയമവിരുദ്ധമില്ല എന്നും കോടതി വ്യക്തമാക്കി. പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പുകൾ പൊതുവെ സർക്കാരിന്റെ പേരിലാണ് വരാറുള്ളത് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വിധിയിൽ പ്രതിപക്ഷത്തിന് വിമർശനവുമായി മന്ത്രിമാർ. തുടർച്ചയായി പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. നുണകൾ തുടർച്ചയായി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിൽ പ്രതിപക്ഷം ശ്രമിച്ചത്. സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിന്റെ സൽഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന പ്രതിപക്ഷത്തെ എങ്ങനെ മറക്കാനാവും? അവരോട് അതിയായ തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. അതേസമയം അപ്പീൽ പോകുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. ഒരു വ്യക്തി അറിയാതെ അയാളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, ചോർത്താൻ പാടില്ല. ചോർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിട്ടുണ്ട്. അതാ ഞങ്ങളുടെ കേസ്, അതാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ അതിന്റെ മീതെ പോവും. അതിന്റെ മീതെയും കോടതി ഉണ്ടല്ലോ. ഇപ്പൊ വിശദമായ വാദം കേട്ടിട്ട് പറയുന്ന ഒരു കുഴപ്പമില്ല, നല്ല ഭരണമാണെന്നാണ് പറയുന്നത്. നല്ല ഭരണമാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, അത് കോടതിയല്ലോ തീരുമാനിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അടക്കമുള്ള 2 പേരായിരുന്നു ഹർജിക്കാർ. 24 കൊച്ചി. പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭാ വിഭാഗമായി അംഗീകരിക്കാൻ മന്ത്രിസഭാ യോഗം തത്വത്തിൽ തീരുമാനിച്ചു. പെന്തക്കോസ്ത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ പരിശോധിച്ച് ശുപാർശ സമർപ്പിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ഇതിനായി ചുമതലപ്പെടുത്തി. വിശ്വനാഥ സിൻഹ, TV അനുപമ, ജെറോമിക് ജോർജ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ഇനി കാണാം വോട്ടുത്സവം. നാട്ടിക MLA CC മുകുന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി CPI. അച്ചടക്കം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് CC മുകുന്ദൻ പറഞ്ഞു. തന്റെ പേര് പറഞ്ഞ് കാശു പിരിക്കാനാണ് പാർട്ടി ശ്രമിച്ചത് എന്നും അദ്ദേഹം വിമർശിച്ചു. എന്റെ പേര് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാശ് പിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ടല്ലോ, എന്റെ ഫോട്ടോ വെക്കണ്ടല്ലോ.
അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അക്കൗണ്ട് 2 കോടി കയറണം. അപ്പൊ ഞാൻ അത് പിന്നെ പരിശോധിക്കാം. ഈ അക്കൗണ്ട് അവർ പറഞ്ഞിട്ട് എന്റെ പേര് തനിച്ചായിട്ട് അക്കൗണ്ട് കയറണമെന്ന് പറഞ്ഞു. അതാണ് വിവരദോഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരെ അക്കൗണ്ട് എന്തായാലും ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ സഹായിക്കേണ്ടതില്ല. അതെനിക്ക് തോന്നിയത് മനസ്സിൽ വേദനിച്ചത് എന്റെ ഫോട്ടോ വെക്കും. കാരണം കണ്ടിട്ടുണ്ടാ എല്ലായിടത്തും കണ്ടു കാണാത്ത ആള്, കൈ കാണാത്ത ആള് ഫോട്ടോ വെക്കും സഹായിക്കണേ എന്ന് പറയുന്നത്. അതിനിടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് AAP നേതാക്കൾ CC മുകുന്ദനെ കണ്ടു. ചർച്ചയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രിയുമായി സംസ്ഥാന നേതാക്കൾ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സ്ഥാനാർത്ഥിത്വം ആരും സ്വയം പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് അടൂർ പ്രകാശ് MPയുടെ പ്രതികരണം. നാളെ ചേരാനിരിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് മുന്നോടിയായാണ് ഡൽഹിയിൽ നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ചകൾ. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രിയും കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചാൽ ശാസന നേരിടേണ്ടി വരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും. മത്സരിക്കുമെന്ന K സുധാകരന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നേതാക്കളുടെ പ്രതികരണം. ഘടകകക്ഷികളുടെ സീറ്റ് സംബന്ധിച്ച് ചില വാർത്തകൾ വന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ സംബന്ധിച്ചും അതുകൊണ്ടൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ്, ഒരു നിർദ്ദേശം കൊടുത്തതാണ്. സീറ്റ് വിഭജന ചർച്ച UDFന്റെ സീറ്റ് വിഭജന ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. അതിന് കാത്തു നിൽക്കാൻ എല്ലാവരും ക്ഷമ കാണിക്കണം. പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്ന് അടൂർ പ്രകാശ് MP. കുണ്ടറയിൽ മത്സരിക്കുവാനുള്ള ആഗ്രഹം ഹൈക്കമാൻഡിനെ അറിയിച്ചെന്ന് PC വിഷ്ണുനാഥ്. സീറ്റ് നൽകിയേക്കില്ല എന്ന അഭ്യൂഹങ്ങൾക്കിടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയും ഡൽഹിയിലെത്തി. ഇതിനിടെ മണലൂരിൽ കോൺഗ്രസ് പരിഗണിക്കുന്ന TN പ്രതാപിനെതിരെ തൃശൂർ നഗരമധ്യത്തിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചു. 24 ഡൽഹി. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെയും കുണ്ടറയിൽ PC വിശ്വനാഥിന്റെയും ഫ്ലക്സുകൾ ഉയർത്തി UDF. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപെയാണ് പ്രചാരണം ആരംഭിച്ചത്. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സൂര്യ, ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട എന്ന് ഇന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. അതിനു മുൻപ് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് പ്രചാരണം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കൊല്ലത്ത്. ഇതിന്റെ ചില മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും പ്രചാരണം ആരംഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുണ്ടറ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA PC വിഷ്ണുനാഥ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം നേരത്തെ പുറത്തുവന്ന വിവരമാണ്. അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി തന്നെയാകും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യവും നേരത്തെ ഉറപ്പിച്ചു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കുണ്ടറ നിയോജക മണ്ഡലവും കൊട്ടാരക്കര നിയോജക മണ്ഡലവും ചേരുന്ന സ്ഥലത്താണ് ഇരുവർക്കും വേണ്ടിയിട്ടുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. ഐഷ പോറ്റിയുടെയും PC വിശ്വനാഥിന്റെയും ഫ്ലക്സുകളാണ് പ്രചാരണാർത്ഥം ഉയർത്തിയത്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മണ്ണാർക്കാട് കാട്ടാനാക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ടു. തിരുവിഴാംകുന്ന് സ്വദേശി ഷൈജു ആണ് മരിച്ചത്. തിരുവിഴാംകുന്നിൽ 2 കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിനിടയിലായിരുന്നു അപകടം. ഇന്ന് വൈകിട്ട് 4 മണിയോടെ കച്ചേരിപ്പറമ്പ് ഭാഗത്ത് കാടിറങ്ങിയ 2 കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനിടെയാണ് ഒരു കാട്ടാന ഷൈജുവിന് നേരെ പാഞ്ഞെടുത്തത്. ഷൈജുവിനൊപ്പം 12ഓളം പേർ അടങ്ങുന്ന വനംവകുപ്പ് സംഘം ഉണ്ടായിരുന്നെങ്കിലും ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ ഷൈജു സംഭവസ്ഥലത്ത് തന്നെ മരിച്ചുവെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. 3 വർഷത്തിലധികമായി ഷൈജു വനംവകുപ്പ് വാച്ചറായി ജോലി ചെയ്തു വരികയാണ്. മൃതദേഹം മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 പാലക്കാട്. തിക്കുറിശി ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിന്. ബാലചന്ദ്ര മേനോൻ, MG ശ്രീകുമാർ, സോഹൻ റോയ് എന്നിവർക്കും പുരസ്കാരം ലഭിച്ചു. ദിൻജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോയാണ് മികച്ച ചിത്രം. ജോർജ് ജോർജ് മികച്ച നടനായി, ലിജോ മോളാണ് മികച്ച നടി. അടുത്ത മാസം 4-ന് പുനലൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാർത്താമഴ പൂർണ്ണമാകുന്നു. നമസ്കാരം.